BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയൊരു ചരിത്രം കുറിച്ച് മുഖ്യമന്ത്രിയായി അധികാരമേറ്റിരിക്കുകയാണ് ജോസഫ് വിജയ്. ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ വിജയോടൊപ്പം 9 മന്ത്രിമാരായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ജനങ്ങളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും മുൻഗണന നൽകുന്ന 2 സുപ്രധാന ഫയലുകൾ ഒപ്പുവെച്ചായിരുന്നു വിജയ് അധികാരമേറ്റത്. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാനത്തുടനീളം പ്രത്യേക സേനയെ രൂപീകരിക്കാൻ ഉത്തരവിട്ട മുഖ്യമന്ത്രി ഗാർഹിക ഉപഭോക്താക്കൾക്ക് 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഴയതും പുതിയതുമായ മുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 10 അംഗ മന്ത്രിസഭയാണ് വിജയ് പ്രഖ്യാപിച്ചത്. കൂടാതെ മുൻ DMK ഭരണകൂടത്തിൽ നിന്ന് വ്യത്യസ്തമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് നിരവധി ആശംസകളാണ് അധികാരമേറ്റതിനെ തുടർന്ന് ലഭിക്കുന്നത്. അതിൽ വ്യത്യസ്തമായ ഒന്നാണ് നടൻ വിശാൽ നൽകിയ ആശംസകൾ. എക്സിലൂടെ ആയിരുന്നു വിശാൽ തന്റെ ആശംസകൾക്കൊപ്പം വിജയ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് കുറിച്ചത്. തമിഴ്നാട്ടിലെ അടിസ്ഥാന കാര്യങ്ങളിൽ അടിയന്തര ശ്രദ്ധ വേണമെന്നാണ് വിശാൽ കുറിപ്പിൽ വ്യക്തമാക്കിയത്. കൂടാതെ നിരവധി കാര്യങ്ങളും വിശാൽ അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആശംസകളും മറ്റും നേരുമ്പോൾ ചിലരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യമാണ്, പാർട്ടി രൂപീകരിച്ച് വെറും 2 വർഷം കൊണ്ട് വിജയ് എങ്ങനെ മുഖ്യമന്ത്രിയായി എന്നത്. വിജയെ മുഖ്യമന്ത്രിയാക്കാൻ സഹായിച്ചത് നിരവധി ഘടകങ്ങളാണ്. അതിൽ ശ്രദ്ധേയമായ ഒന്നാണ് തമിഴ്നാട്ടിലെ സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം. ഇതിന്റെ ഉദാഹരണമാണ് MGRഉം ജയലളിതയും. എന്നാൽ ഇവരിൽ നിന്നും വ്യത്യസ്തമാണ് വിജയുടെ എൻട്രി. വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നതിന് മുൻപ് തന്നെ വിജയുടെ ഫാൻസ് അസോസിയേഷനുകൾ തമിഴ്നാട്ടിൽ ശക്തമായ ഒരു നെറ്റ്വർക്കായി മാറിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഇവർ സാധാരണ ഫാൻസ് അസോസിയേഷനുകളെ പോലെ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും പിന്നീട് ജനങ്ങളുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കുന്ന നിരവധി പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. രക്തദാനം, വിദ്യാഭ്യാസ സഹായം, ദുരിതാശ്വാസ പ്രവർത്തനം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവർ മാറി. അതേസമയം തമിഴ്നാട്ടിലെ യുവാക്കൾക്കിടയിൽ ഒരു രാഷ്ട്രീയ ക്ഷീണം രൂപപ്പെടുകയുണ്ടായി. വർഷങ്ങളായി DMKയും AIDMKയും മാറി മാറി ഭരിച്ചതിൽ യുവാക്കളിൽ പുതിയ രാഷ്ട്രീയം വേണമെന്ന ആവശ്യം ശക്തമാകാൻ തുടങ്ങിയിരുന്നു. ഇതാണ് വിജയ് കൃത്യമായി മനസ്സിലാക്കിയത്. 2024 തമിഴക വെട്രി കഴകത്തിലൂടെ വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയത് കൃത്യമായ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. സാധാരണ രാഷ്ട്രീയ പ്രവേശനത്തിൽ നിന്നും വ്യത്യസ്തമായി തമിഴ്നാട്ടിലെ യുവാക്കളെ ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ ആയിരുന്നു അത്. അഴിമതി വിരുദ്ധ നിലപാട്, വിദ്യാഭ്യാസ പരിഷ്കരണ വാഗ്ദാനങ്ങൾ, തൊഴിലില്ലായ്മയെ കുറിച്ചുള്ള വിമർശനങ്ങൾ എന്നിവ വിജയുടെ പ്രസംഗങ്ങളിൽ പ്രധാന വിഷയങ്ങളായി മാറി. കൂടാതെ സിനിമയിലെ മാസ് ഇമേജ് മാത്രം ആശ്രയിക്കാതെ ഗ്രൗണ്ട് ലെവൽ സംഘടന നിർമ്മിക്കാനായിരുന്നു അദ്ദേഹം കൂടുതൽ ശ്രദ്ധ നൽകിയത്. രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ആരംഭം മുതൽ 2 വർഷത്തിൽ എങ്ങനെ മുഖ്യമന്ത്രിയാകാം എന്നതിനെ കുറിച്ച് വിജയ് കൃത്യമായി ആസൂത്രണം ചെയ്തിരുന്നു. ഓരോ ജില്ലയിലും പ്രവർത്തകരെ സജ്ജമാക്കി. സോഷ്യൽ മീഡിയയെ ശക്തമായി ഉപയോഗിച്ചു. ഫസ്റ്റ് ടൈം വോട്ടേഴ്സിനെ ലക്ഷ്യമിട്ടുള്ള ഡിജിറ്റൽ പ്രചാരണം എന്നിവ വലിയ രീതിയിൽ ഗുണം ചെയ്യുകയാണ് ഉണ്ടായത്. കൂടാതെ തമിഴ്നാട്ടിലെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ വിജയ്ക്ക് മുതൽക്കൂട്ടായി മാറി. AIADMK നേതൃപ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ DMK സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരവും ഉയരാൻ തുടങ്ങി. ഈ സാഹചര്യത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിജയ് പൂർണ്ണമായും മാറ്റത്തിന്റെ പ്രതീകം എന്ന ഇമേജിലാണ് മുന്നോട്ട് പോയത്. അദ്ദേഹത്തിന്റെ റാലികളിൽ വൻ യുവജന പങ്കാളിത്തം ഉണ്ടാകുകയും സിനിമയിലെ ഡയലോഗുകൾ പോലും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളായി മാറുകയുമായിരുന്നു. ഇതെല്ലാം TVKക്ക് വലിയ സ്വാധീനം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. മറ്റൊരു സിനിമാ താരം പരാജയപ്പെടാൻ പോകുന്നു എന്ന വിമർശനങ്ങൾ ഉയരുമ്പോഴും ആരും അറിയാതെ ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുകയായിരുന്നു വിജയ് ചെയ്തത്. അതാണ് ഫലം വന്നപ്പോൾ അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാക്കാൻ TVKയെ സഹായിച്ചത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.